മുംബൈ സാഹിത്യവേദിക്ക് 46 വയസ്സ്. സാമ്പ്രദായികമായ ഒരു സംഘടനയോ ചട്ടക്കൂടോ അംഗത്വമോ വരിസംഖ്യയോ ഒന്നുമില്ലാത്ത ഈ കൂട്ടായ്മ മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന വേറിട്ടൊരു സാഹിത്യ ചർച്ചാ വേദിയാണ്. ലിഖിതമായ ഒരു ഭരണഘടനയോ അംഗത്വമോ വരിസംഖ്യയോ ഒന്നും തന്നെയില്ലാത്ത ഒരു സംഘടന. അതാണ് മുംബൈ സാഹിത്യവേദി. കേരളത്തിന് പുറത്ത് മലയാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊന്നും ഇതുപോലൊന്ന് ഇല്ലതാനും. സമാനതകളില്ലാത്ത ചരിത്ര ഗരിമയിലേക്ക് നടന്നു കയറുകയാണ് മുംബൈ നഗരത്തിലെ എഴുത്തുകാരുടെ ഈ ഒത്തുകൂടൽ വേദി. മുംബൈ മലയാളികളുടെ അക്ഷരങ്ങളോടുള്ള സ്നേഹവും അർപ്പണവും ഒന്നുകൊണ്ട് മാത്രം ഒരിക്കൽ പോലും മുടങ്ങാതെ നടന്നുവരുന്ന സാഹിത്യവേദി പ്രതിമാസ ചർച്ചകൾക്ക് 46 വയസ്സ് തികയുകയാണ്. മലയാള സാഹിത്യത്തിൽ മുംബൈ വളരെ ശക്തമായൊരു സാന്നിധ്യമാണെന്നും മലയാളികൾക്ക് ഈ നഗരത്തോട് വൈകാരികമായ ഒരടുപ്പമുണ്ടെന്നും ഡോക്ടർ വേണുഗോപാൽ പറയുന്നു. നാഗരികത എന്ന ഇഷ്യൂ എന്തെങ്കിലും കൈകാര്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ബോംബെയിൽ വന്ന മലയാളികളാണ് അത് കൃത്യമായിട്ടും അടയാളപ്പെടുത്താറും ചെയ്യാറും. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ബോംബെ മലയാള സാഹിത്യത്തിൽ വളരെ ശക്തമായൊരു സാന്നിധ്യമാണ്. ഈ ഒരാളുടെയോ രണ്ടാളുടെയോ എഴുത്തിന് മാത്രം അടിസ്ഥാനത്തിൽ അത് വിലയിരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുംബൈ സാഹിത്യവേദിയുടെ ഈ വാർഷികാഘോഷം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മുംബൈ മലയാളികളുടെയും ആഘോഷമാണ്. തന്നിലെ എഴുത്തുകാരനെ രൂപപ്പെടുത്താൻ സഹായിച്ച ഒരു കളരി കൂടിയാണ് സാഹിത്യവേദിയെന്ന് കവിയും വേദിയുടെ കൺവീനറും കൂടിയായ സന്തോഷ് പല്ലശന പറയുന്നു. സാമ്പ്രദായികമായ ഒരു സംഘടനയുടെ ചട്ടക്കൂടോ അംഗത്വമോ ഒന്നുമില്ലാത്ത കൂട്ടായ്മ മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന വേറിട്ടൊരു സാഹിത്യ ചർച്ചാ വേദിയാണെന്ന് മലയാള ഭൂമി ശശിധരൻ നായർ വ്യക്തമാക്കി. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, വിമർശനങ്ങൾ എല്ലാം സാഹിത്യത്തെ ചലനാത്മകമാക്കുവാൻ സഹായകമായിട്ടുണ്ട്. സാഹിത്യവേദിയുടെ സുഗമമായ നടത്തിപ്പിന് ബോംബെ കേരളീയ സമാജം ചെയ്തു വരുന്ന സഹകരണങ്ങൾ പ്രശംസനീയമാണ്.